ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എരിശ്ശേരിയാണ്. ചേനയും നേന്ത്രക്കായും വെച്ചിട്ടുള്ള എരിശ്ശേരി കഴിഞ്ഞ ഓണത്തിന് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് മത്തങ്ങയും പയറും വൻപയറും വെച്ചിട്ടുള്ള എരിശ്ശേരിയാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാം. വീഡിയോയിലേക്ക് കിടക്കാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണണേ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ആദ്യം നമുക്ക് വൻപയർ ഒന്ന് വേവിച്ചെടുക്കണം. ഞാനിവിടെ 1/4 കപ്പ് വൻപയർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചു. വെള്ളമൊക്കെ ഊറ്റിയെടുത്തതാണ്. 4 മണിക്കൂറാണ് കുതിർത്ത് വെച്ചത്. 4 മണിക്കൂറെങ്കിലും വൻപയർ വെള്ളത്തിൽ കുതിർത്ത് വെക്കണം. അതിനുശേഷം നന്നായി കഴുകിയെടുത്തു. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം. വെള്ളം ഒഴിക്കുമ്പോൾ കുറച്ച് കൂടുതൽ തന്നെ ഒഴിച്ചോളൂ. നമ്മൾ മത്തങ്ങയും ഇതിൻ്റെ കൂടെ ഇട്ടിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ അതുകൊണ്ട് അതിനും കൂടി ആവശ്യമുള്ള വെള്ളം നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഏകദേശം 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്കിത് അടച്ച് വെച്ച് മീഡിയം ഫ്ലെയിമിലിട്ടുകൊണ്ട് 4 വിസിൽ വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. കുക്കർ ഇവിടെ 4 വിസിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രഷർ ഒന്ന് കംപ്ലീറ്റ് മാറിയതിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം. വൻപയർ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മത്തങ്ങ ചേർത്ത് കൊടുക്കണം. ഈ ഒരു സൈസിലുള്ള മത്തങ്ങയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് നമുക്കിനി കഷ്ണങ്ങളാക്കിയെടുക്കാം. ചെറുതായിട്ടോ വലുതായിട്ടോ ഇഷ്ടമുള്ള പോലെ സൈസിൽ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. കാരണം മത്തങ്ങ പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ ഏത് സൈസിൽ വേണമെങ്കിലും നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്കിനി ഇത് വൻപയറിലേക്ക് ചേർത്ത് കൊടുക്കാം. മത്തങ്ങ വേവിച്ചെടുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള വെള്ളം കുക്കറിലുണ്ട്. അതുകൊണ്ട് എക്സ്ട്രാ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ നമുക്ക് കുക്കർ വീണ്ടും അടച്ചു വെക്കാം. എന്നിട്ട് ഒരു വിസിൽ വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. മത്തങ്ങ വെന്ത് വരട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് തേങ്ങ അരച്ചെടുക്കണം. ഞാനിവിടെ 1/4 കപ്പ് തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട്. അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ചുവന്നുള്ളി ചേർത്ത് കൊടുക്കണം. പിന്നെ 2 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ജീരകം, ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചിട്ട്, വളരെ കുറച്ച് മതിയാകും, വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് അരച്ചെടുത്തിട്ട് വരാം. കുക്കർ വീണ്ടും ഒരു വിസിലൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രഷർ ഒന്ന് കളഞ്ഞതിന് ശേഷം ഞാൻ തുറന്ന് നോക്കുകയാണ്. മത്തങ്ങ ദേ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. നല്ല കളറും മധുരമൊക്കെയുള്ള മത്തങ്ങയാണെങ്കിൽ എരിശ്ശേരിയും നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ മേടിക്കുമ്പോൾ നല്ല മത്തങ്ങ നോക്കിയിട്ട് തന്നെ മേടിക്കുക. ഇനി നമുക്കിതിലേക്ക് തേങ്ങ അരച്ചത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. മീഡിയം ഫ്ലെയിമിലിട്ടുകൊണ്ട് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. തേങ്ങയുടെ റോ ടേസ്റ്റ് ഒന്ന് മാറുകയേ വേണ്ടൂ. പെട്ടെന്ന് റെഡി ആയിക്കോളും. അപ്പോൾ നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇതിവിടെ നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിതങ്ങ് മാറ്റി വെക്കാം. എന്നിട്ട് വേറൊരു പാൻ എടുത്ത് വെക്കണം. അതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. 1-2 വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കൊന്ന് കടുക് പൊട്ടിച്ചെടുക്കാം. ഇനി തേങ്ങ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/4 കപ്പ് തേങ്ങയാണ് ചേർക്കുന്നത്. ഇത് വറുത്ത എരിശ്ശേരിയാണല്ലോ. അപ്പോൾ തേങ്ങ കൂടുതൽ ചേർക്കുമ്പോൾ ടേസ്റ്റും കൂടും. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ 1 കപ്പോ അതിൽ കൂടുതലൊക്കെ തേങ്ങ ചേർക്കാം. അപ്പോൾ തേങ്ങ ചേർത്തിട്ട് ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. തേങ്ങ ഇവിടെ നന്നായിട്ട് റോസ്റ്റ് ആയിട്ടുണ്ട്. ഈ ഒരു പാകത്തിൽ മതിയാവും. കൈ എടുക്കാതെ വേണം ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാൻ. ഇത് കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ശ്രദ്ധിക്കണേ. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് മത്തങ്ങയും വൻപയറൊക്കെ ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം.
ഇതിൻ്റെ ഇടയിൽ എരിവും ഉപ്പൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഉപ്പൊക്കെ കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കാം, എരിവ് കുറവാണെങ്കിൽ കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ലാസ്റ്റായിട്ട് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാൻ പാടില്ല. നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കൂ, നല്ല ടേസ്റ്റ് ആയിരിക്കും. വെളിച്ചെണ്ണ നമ്മുടെ എരിശ്ശേരിയിലേക്ക് പച്ച വെളിച്ചെണ്ണ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും എരിശ്ശേരിക്ക്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ എരിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഓണസദ്യയിൽ എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട 2 ഐറ്റംസാണ് എരിശ്ശേരിയും കൂട്ടുകറിയും. എൻ്റെ എരിശ്ശേരി റെസിപ്പിയാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻസിലൂടെ അറിയിക്കുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്